ഇസ്ലാമിൽ ആരാണ് അയലത്ത് വസിക്കുന്നവൻ? 40 വീടുകളാ. വലതുഭാഗത്തേക്ക് 40 വീടുകൾ, ഇടതുഭാഗത്തേക്ക് 40 വീടുകൾ, മുന്നിലും പിന്നിലും 40 വീടുകൾ. എത്ര വീടുകളായപ്പോ? 160 വീടുകളായില്ലേ? 160 വീടുകൾ അയൽപക്കത്തുള്ള വീടുകൾ. ഇസ്ലാം എന്താണ് അതിന് കൽപ്പിച്ചത് എന്നറിയോ? നിങ്ങളൊന്ന് നോക്കണം. ഇന്ന് സമൂഹത്തിൽ അയൽവാസികൾക്കിടയിൽ ഭിന്നതകൾ വളർന്നു വരികയാണ്. വലിയ വലിയ മതിൽക്കെട്ടുകൾ ഉയരുകയാണ്. അയൽവാസികൾക്കിടയിലാണ് മതിലുകൾ ഇന്ന് ഉയരുന്നത്. എന്നാൽ ആ മതിൽക്കെട്ടുകളോടുകൂടെ പലപ്പോഴും പലരും സ്വന്തമാവുകയാണ്. എന്റെ വീട്ടിലേക്ക് ആരും വരണ്ട, ഞാൻ അവന്റെ വീട്ടിലേക്കും ചെല്ലുന്നില്ല. ശരിയാണ്, ഉപദ്രവം ഉണ്ടാകുന്നില്ല. പക്ഷേ അതല്ലല്ലോ നമ്മുടെ ബാധ്യത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാസാല ജിബ്രീൽ യുസീനി ബിൽ ജാർ. എന്റെ അയൽവാസിയെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു, അല്ലാഹുവേ, എന്റെ അനന്തര സ്വത്തിൽ നിന്ന് ഞാൻ എന്റെ അയൽവാസിക്ക് വല്ലതും കൊടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ വിചാരിച്ചു. നബിയുനാ മുഹമ്മദ് മുസ്തഫ, എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അയൽവാസിയെ ബഹുമാനിക്കണം. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവരാണോ, ഫൽയുക്രിം ജാറഹു, അയൽവാസിയെ ബഹുമാനിക്കട്ടെ. നിന്റെ വീട്ടിലേക്ക് നീ വല്ല മിഠായിയോ നീ വല്ല പഴങ്ങളോ കൊണ്ടുവരികയാണ് എങ്കിൽ ഒരിക്കലും അതിന്റെ തൊലികൾ നീ നിന്റെ വീടിന്റെ പുറത്തിടാൻ പാടില്ല. കാരണം അയൽവാസിയുടെ കുഞ്ഞുങ്ങൾ വന്നാൽ അവർക്ക് വിഷമമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി എന്താ പറഞ്ഞത്? നീ നിന്റെ വീട്ടിൽ വല്ല ഭക്ഷണവും വല്ല കറിയും പാകം ചെയ്താൽ നീ അതിൽ കറിയിലുള്ള വെള്ളം കുറച്ച് വർദ്ധിപ്പിക്കണേ, കുറച്ച് വെള്ളം അതിൽ കൂട്ടണേ, എന്നിട്ട് നീ അയൽവാസിക്ക് കൊടുക്കണേ. ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ആവശ്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഞാൻ പറയാണ്, നമ്മൾ ആ ഹദീസിനോട് നീതി പുലർത്തണം. എങ്ങനെ? വീട്ടിൽ പായസം ഉണ്ടാക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ സ്പെഷ്യൽ, അതാദ്യം നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. അല്ലെങ്കിൽ അയൽവാസിക്ക് ശിക്ഷയാകും, അത് വേറെ കാര്യം. നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ച് പായസം ടെസ്റ്റ് ചെയ്യാതെ കൊണ്ടുപോയി കൊടുത്താൽ അയ്യോ ഇങ്ങനെ ശിക്ഷിക്കണമെന്ന് ചോദിക്കും അയൽവാസി. പക്ഷെ അതല്ല, നമ്മൾ എന്ത് നല്ലത് ഉണ്ടാക്കുകയാണെങ്കിലും ഒന്ന് അയൽവാസിക്ക്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഇന്ന് അയൽവാസിയോട് എന്തിനാ തല്ലുകൂടുന്നത്? ഇത് കണ്ടിട്ടല്ലേ നമ്മളുടെ മക്കൾ വളരുന്നത്? അപ്പുറത്തുണ്ട് എന്ന് പറയുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ അസൂയ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ മക്കൾ ദേഷ്യം പഠിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ മക്കൾ പക പഠിക്കുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് കാണിക്കുന്ന സമീപനങ്ങളിൽ നിന്നല്ലയോ? ആണോ? മോൻ കണ്ടു വളർന്നത് എന്താണ്? വാപ്പ അയൽവാസിയോട് തെറ്റാണ്, ഉമ്മയും അയൽവാസിയും. ഇതൊന്നും അൽഹംദുലില്ലാഹ് ഇത്തരം പ്രവണതകളൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ എനിക്കറിയാവുന്ന എത്രയോ സംഗതികളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട്, എത്രയോ ആളുകളുടെ. ഒരു മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ വളർന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് വന്നതിന്റെ പേരിൽ പോലീസ് കേസ് ഉണ്ടായി. മനസ്സിലാകുന്നുണ്ടോ? ഒരു മരം വളർന്ന് വളർന്ന് വളർന്നത് കുറച്ചും കൂടെ വലുതായി, അവസാനം അതിർത്തി ഭേദിച്ച് ഇങ്ങോട്ട് വന്നു. അതോടെ അവർ തമ്മിൽ ഭയങ്കര ആലോചിച്ച് നോക്കി, 1 ഇഞ്ച് ഭൂമിക്ക് വേണ്ടിയിട്ട് കലഹം. ഇയാള് മതിൽ കെട്ടാൻ ഒരുങ്ങിയതാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ അതിന്റെ പിന്നെ ഈ പഴയ കാലത്തുള്ള അതിർത്തികളൊന്നും ചിലപ്പോ അത്ര സൂക്ഷ്മാവൂല. അങ്ങനെ ബഹളം. എന്താ കാര്യം? 1 ഇഞ്ച്, ഒരംശം, ഒരൽപ്പം. ഓ നാളെ അങ്ങ് മരിക്കുമ്പോ എല്ലാം കൂടെ ഈ ഇഞ്ചടക്കം കൊണ്ടുപോവല്ലേ? ഇത് കണ്ട് വളരുന്ന നമ്മുടെ മക്കൾക്ക് എങ്ങനെയാ പകല്ലാതിരിക്കുക? വേറെ ചില ഉപമാരുണ്ട്, ഹസദ് പഠിപ്പിക്കും മക്കളെ. കണ്ടില്ലേ? അവന്റെ അയൽവാസിയുടെ മോന്
ഓന് കണ്ടില്ലേ എന്തൊരു മാർക്കാ പരീക്ഷയില്, ഓ എന്തൊരു പാട്ടാണ്, എന്തൊരു പ്രസംഗാണ്, അവൻ എത്ര സ്മാർട്ടാണ്. നിനക്കൊന്നുമില്ല, നീ പഠിക്കുന്നില്ല, നീ എഴുതുന്നില്ല. നിങ്ങളുടെ മക്കളെ വിഡ്ഢികളാക്കുന്ന വർത്തമാനമാണ്. പരമ്പരയായിട്ട് നിങ്ങൾ ഒന്നും അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്വഭാവം അവരിൽ നിലനിന്നോളൂ. പേടിക്കണ്ട, ഉണ്ടെങ്കിൽ മാറ്റണം. അയൽവാസിയോട് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു മരത്തിന്റെ കൊമ്പിന്റെ പേരിൽ ഒന്നുകിൽ അത് വെട്ടിക്കളയാം. നമ്മളുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ടാണെങ്കിൽ അത് വെട്ടിക്കളയാം. ഇനി അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ എന്താ ചെയ്യാ? അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, അതാ മാർഗം. അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ പോവലല്ല, കലഹണ്ടാക്കലല്ല, തെറ്റി നിൽക്കലല്ല. ചിന്തിക്കണം നമ്മള്. ഇന്ന് എവിടെ നിൽക്കുന്നു നമ്മുടെയൊക്കെ സമൂഹം? മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുക്കൽ താമസിച്ചിരുന്ന ജൂതനായ മനുഷ്യൻ തന്റെ വീട് വിൽക്കാൻ വേണ്ടി ഒരുങ്ങി, തന്റെ ഭൂമി വിൽക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോ സാധാരണ ആ നാട്ടിലുള്ള ഭൂമിയുടെ വിലയേക്കാൾ ഇരട്ടി വില പറയാണ്. ആളുകൾ ചോദിച്ചു, ഇതെന്താ ഇത്ര വലിയ വില? അവ പറഞ്ഞു, ആ ഭൂമിക്ക് എങ്ങനെ വില കൂടാതിരിക്കും? അപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഭൂമിക്ക് വില കൂടുക? അടുത്ത് റോഡുണ്ട്. ഇപ്പൊ റോഡുണ്ടെങ്കിൽ കുറച്ച് വില കുറയട്ടെ, കാരണം എപ്പോഴാ റോഡ് വീതി കൂടാന്ന് അറിയില്ല. റോഡുണ്ട്, തോടുണ്ട്, പള്ളിയുണ്ട്, അതുപോലെ മദ്രസ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ. ഈ മനുഷ്യൻ പറയാണ്, ആ ഭൂമിക്ക് വില കൂടാനുള്ള കാരണം എന്താണെന്നറിയോ? അതിന്റെ തൊട്ടടുക്കൽ താമസിക്കുന്നത് ഈ മഹാനായ മനുഷ്യനാണ്. പള്ളിപ്പുഴയിലെ ഈ മജ്‌ലിസിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ നമുക്ക് പറയാൻ കഴിയോ, എന്നെ കുറിച്ച് എന്റെ അയൽവാസി അങ്ങനെ പറയുമെന്ന്? നമ്മുടെ ശല്യം കാരണം വീട് വിട്ടു പോകുന്ന അയൽവാസികൾ ഉണ്ടാവരുത്. നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മളുടെയൊക്കെ ഒരു ജീവിത രീതി പ്രകാരം അയൽവാസി എന്നുള്ള ബന്ധത്തോടൊപ്പം കുടുംബ ബന്ധം എന്നൊരു ബന്ധം കൂടെ ഉണ്ടാവും. അല്ലേ? ജ്യേഷ്ഠന്റെ വീട്, അനുജന്റെ വീട് എല്ലാം തൊട്ടടുക്കൽ ഇങ്ങനെ ഉണ്ടാവും. ജ്യേഷ്ഠന്റെ വീട് ഇത്, അനുജന്റെ വീട് അത്. ഖുർആൻ പറയുന്നു അവരോട് രണ്ട് ബാധ്യതയുണ്ട്. എന്താണ്? വൽ ജാരിദിൽ ഖുർബാ, കുടുംബ ബന്ധമുള്ള അയൽവാസി, ജ്യേഷ്ഠൻ, അനുജൻ, സഹോദരൻ, വാപ്പായുടെ സഹോദരൻ, അങ്ങനെയുള്ള വലിയ ബന്ധങ്ങളുണ്ടല്ലോ, അവനോട് രണ്ട് ബാധ്യതയാണ്. വൽ ജാരിൽ ജുനുബി, അകന്ന അയൽവാസി എന്ന് പറഞ്ഞാൽ ബന്ധമില്ലാത്ത അയൽവാസി, കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി. ഇയാളോട് അയൽവക്കത്തെ ബന്ധവും അതുപോലെ കുടുംബ ബന്ധവും നീ പാലിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തമ്പുരാൻ പറയുന്നത്. ഇസ്ലാമിന്റെ ദർശന പ്രകാരം നീ വീട് പണിയുമ്പോ നിന്റെ അയൽവാസിയുടെ വീടിന് ഒരു പ്രയാസമുണ്ടാകുന്ന രീതിയിൽ, കാറ്റ് തടയുന്ന രീതിയിൽ നീ വീട് പണിയാൻ പാടില്ല. ചിന്തിക്കണം. നമ്മൾ കാരണം നമ്മുടെ അയൽവാസിക്കും കൂടെ സമൃദ്ധി ഉണ്ടാകണം. നമ്മൾ കാരണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് സന്തോഷമുണ്ടാകണം. നമ്മൾ കാരണം പടച്ചോനെ ഇവന്റെ അടുക്കലാണല്ലോ ഞാൻ താമസിക്കുന്നത്, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉം മിൻ സആദത്തിർ റജുലി, ഒരു മനുഷ്യന്റെ ഭാഗ്യം, സൗഭാഗ്യം നാലെണ്ണമാണ്. ഒരാൾക്ക് സൗഭാഗ്യം കിട്ടിയത് 4 കാര്യങ്ങൾ അയാൾക്ക് കിട്ടിയോ എന്ന് നോക്കിയിട്ടാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഭാഗ്യവാനാണോ അല്ലേ എന്ന്. ഞാൻ അത്ര നേരം പറഞ്ഞപ്പോഴേക്ക് കുറെ ആളുകൾക്ക് ഉറക്കം വന്നോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഉറക്കം വന്നോ? ഇല്ല, അൽഹംദുലില്ലാ. അപ്പൊ ആ പറഞ്ഞ ആൾക്ക് ഏതായാലും വന്നിട്ടില്ല. പറയാത്ത ആൾക്കാർക്ക് ഇനി ഉറക്കം വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും റാഹത്ത്. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി? അരമണിക്കൂറായോ? നിങ്ങൾ ആരും സമയം നോക്കിയിട്ടില്ല, പറയണതിരുന്ന് അങ്ങനെ കേൾക്കുക. 1 മണിക്കൂർ കറക്റ്റ് ആണോ? 1 മണിക്കൂറാണ്. ഇൻഷാ അല്ലാഹ് ഇനി 1 മണിക്കൂറും കൂടെ പോകുന്നു തോന്നുന്നുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് വലിയ വെളിച്ചമാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിലും സാമൂഹികമായ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് തരട്ടെ. അപ്പൊ നമുക്ക് എഴുന്നേറ്റ് ചെറിയൊരു സ്വലാത്ത് ചൊല്ലിയാലോ?
എല്ലാവരും സ്വലാത്ത് ചൊല്ലൂ. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഉറക്ക് അശ്രദ്ധ രണ്ടും പോയവര് മാത്രം ഇരിക്കി, അല്ലാത്തവർക്ക് നിൽക്കാനും സൗകര്യമുണ്ട്, കിടക്കാനും സൗകര്യമുണ്ട്. എല്ലാവരും പോയോ? അൽഹംദുലില്ലാ, ഉറക്കൊക്കെ പോയി എല്ലാരും ഉണർന്ന സ്ഥിതിക്ക് സഹോദരിമാരെ, നിങ്ങളെ ഞങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവിടെ ഉറങ്ങാതിരിക്കുന്നുണ്ടാവുന്നതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ബക്കറ്റുമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുക്കൽ. ഇവരുടെ പേരെന്താണ്? അബ്ദുൽ ഹമീദ് സാഹിബാണ്. അപ്പൊ ഹമീദ് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. ഹമീദ് കാ എന്താന്നറിയോ, ഇപ്പൊ കീശയെന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. എത്ര നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹു എന്താ ഖുർആനിൽ പറഞ്ഞത്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ആരും നല്ലത് ചെയ്തവരല്ല. ഇതൊരു ചെലവഴിക്കലാണല്ലോ. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മുടെ കീശയിലുള്ളതിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോട്ട് എത്രയാണ്? 10 റുപ്യ അല്ലേ? അതുകൊണ്ട് എല്ലാരും 10 റുപ്യ എങ്ങനെ ഇടുക? ഏത് ബക്കറ്റ് പിരിവ് നോക്കിയാലും 10 റുപ്യ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ നരേന്ദ്രമോദി 500 1000 ഒക്കെ നിരോധിച്ച കൂട്ടത്തിൽ ആ 10 രൂപ കൂടെ നിരോധിച്ചിരുന്നെങ്കിൽ നമ്മളെ ബക്കറ്റ് പിരിവൊക്കെ എന്നേ രക്ഷപ്പെട്ടേ. അപ്പൊ മിക്കവാറും നമ്മളുടെ ബക്കറ്റ് പിരിവ് കണ്ടാൽ നിരോധിക്കാൻ സാധ്യതയുണ്ട്. എവിടെ നോക്കിയാലും 10 റുപ്യ. ആ പ്രവണത അവസാനിപ്പിക്കണം. 10 റുപ്യക്ക് എന്താ കിട്ടുക? 1 കിലോ മത്തി ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ച എങ്ങാണ്ട് 1 കിലോ മത്തി വാങ്ങിയപ്പോ എത്ര വില എന്നറിയാം? 120 രൂപ 1 കിലോ മത്തിക്ക്. ഇവിടെ എത്രയാണ്? ഞാൻ ഇവിടെ വില കുറവുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാന്നോ ആലോചിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. 200 എന്നിട്ടാണോ നിങ്ങൾ 10 രൂപ ഇടുന്നത്? മത്തിയിൽ താഴെ ഉള്ള വല്ല മീനുണ്ടോ? ഇല്ലല്ലോ. മത്തിയിൽ താഴെ ഒരു മീൻ, ഏറ്റവും ലോക്കൽ മീനായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഏത് കാലഘട്ടത്തിലും കിട്ടുന്ന ഒരു മത്സ്യം. അതുകൊണ്ടാണ് മത്തിനെ പറഞ്ഞത്. മാന്തളാവുമ്പോ അതിനേക്കാളും അപ്പുറാണ്, അയലയാവുമ്പോ അതിനേക്കാളും അപ്പുറാണ്. എന്നിട്ടാണ് അപ്പൊ ഇൻഷാ അല്ലാഹ് മത്തിയുടെ ഒരു പകുതി, ഒരു 1/2 കിലോ മത്തിയുടെ കാശെങ്കിലും നിങ്ങളുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ലൊരു സദഖ 10 എടുത്ത് കയ്യിൽ വെച്ച ആളുകൾ അതൊന്നും കൂടെ ഇട്ടിട്ട് അതിൽ എന്തെങ്കിലും കൂട്ടിയിടുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്ത് മുറാദുകളോടെയാണോ നിങ്ങൾ ആ ബക്കറ്റിലേക്ക് സ്വതക്ക ചെയ്യുന്നത്, അള്ളാഹു ആ സ്വതക്കയെ സ്വീകരിക്കട്ടെ. അള്ളാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസുലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ? അപ്പൊ ഞാൻ ഈ ഇത് പറയുന്നതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത് നിങ്ങൾ പറയണം. ഞാൻ എന്ത് പറഞ്ഞിട്ടാ നിർത്തിയത്? നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊരു ആത്മസുഹൃത്താണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. എന്തോ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട റിയാസ് റഹ്മാനി. അള്ളാഹു താഴെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു താഴെ നിറവേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത്? നിങ്ങൾ പറയും 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാള് വിജയിയാണ്. എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്, ഞാൻ അതുകൊണ്ട് ചുരുക്കി പറയാം. 1, ഇംറഅത്തുൻ സ്വാലിഹ, സദ്വൃത്തയായ ഒരു ഭാര്യ. അതുണ്ടോ നമ്മൾ വിജയിച്ച ആളാണ്. എന്താണ് എല്ലാവരുടെയും മുഖം മങ്ങിയോ? നിങ്ങൾ വിജയികൾ തന്നെയല്ലേ ഇതില്? അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. ആമീന യാ റബ്ബൽ ആലമീൻ. അതോ പണ്ടൊരാള് പറഞ്ഞതുപോലെയാണോ? പണ്ടൊരാള് കാര്യമായി വാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വാള്, ഉസ്താദ് ഭയങ്കര വാള്. വാളിന്റെ ഇടയില് ഉസ്താദ് അവറുകൾ വാളൊക്കെ കഴിഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ഒരു 250 രൂപയുടെ ഒരു സദഖ. ഉസ്താദെ കാര്യമായിട്ട് ദ്വാരക്കണം,
എനിക്ക് എന്റെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ട്, സംഭാവന 250 റുപ്യ. ഉസ്താദിന് ഭയങ്കര സന്തോഷമായി, കാരണം വാള് സ്വീകരിച്ചതിന്റെ അടയാളാണല്ലോ. അങ്ങനെ ഉസ്താദ് ഇങ്ങനെ ദ്വാരക്കുന്നതിന്റെ ഇടയിലുണ്ട് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് 500 രൂപയുടെ വേറെ ഒരു സ്വതക്ക. ഉസ്താദെ, നേരത്തെ ചെയ്ത ദുആ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് ദ്വാരക്കണം. ഞാൻ ഈ സ്ത്രീയുടെ ഭർത്താവാണ്, സ്വർഗത്തിൽ ദുന്യാവ് തന്നെ എങ്ങനെയാ പോണെന്ന് അറിയില്ല, സ്വർഗത്തിലെങ്കിലും ഒന്ന് സമാധാനം ആയിക്കോട്ടെ. തമാശയായിട്ട് പറയണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവരാണോ? അല്ല. ഏതായാലും അത് വിജയത്തിന്റെ അടയാളമാ. ഒന്ന് അൽ മർഅതു സ്വാലിഹ, രണ്ടാമത്തേത് വൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി ഒരാൾക്കുണ്ടാവുക. നല്ല ചുറ്റുപാടുകളിലുള്ളവർ, അത് മുസ്ലിം ആവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാകട്ടെ, സന്തോഷമുള്ളാകുന്നവരുണ്ടാവുക, ആനന്ദമുണ്ടാക്കുന്നവരുണ്ടാവുക, ആഹ്ലാദകരമായ ജീവിതമുണ്ടാക്കുന്നവരുണ്ടാവുക. ഞാൻ എന്നെ കുറിച്ച് പറയാമല്ലോ, എന്റെ ചുറ്റുപാടുകളിലുള്ള അയൽവാസികൾ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരാണ്. എന്റെ വീടിന്റെ മുകളിലുള്ളവൻ ഒരു മുരളിയാണ്, അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു ദേവകിയുടെ വീടാണ്, അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു മുസൽമാനായ എന്റെ ബന്ധുവായ ഒരു ഉസ്മാന്റെ വീടാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലാഹുവേ, ഒരു മതമാവണമെന്നില്ലല്ലോ സ്നേഹം പങ്കുവെക്കാൻ, സൗഹാർദ്ദം പങ്കുവെക്കാൻ, പരസ്പരമുള്ള ഇഷ്ടം പങ്കുവെക്കാൻ. അതാർക്കുമാകാമല്ലോ, മനുഷ്യനായാൽ മതിയല്ലോ. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ മാറ്റിവെച്ച് അയൽവാസി എന്ന ആ സ്നേഹം കൊണ്ട് ആ ബന്ധങ്ങളെ നിബദ്ധമാക്കുവാൻ വേണ്ടി നമ്മെ പഠിപ്പിച്ചു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ ദീൻ. അപ്പൊ നല്ല അയൽവാസി ഉണ്ടാവുക. മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത്തേത് അവിടെ നിൽക്കട്ടെ. നാലാമത്തേത് വൽ മർകബുൽ ഹനീ, വൽ മർകബുൽ ഹനീ, ഇണങ്ങിയ ഒരു വാഹനം ഉണ്ടാവുക. മൂന്നാമത്തേത് വൽ മസ്കനുൽ വാസിഅ, വേറെ ഹദീസിൽ വദ്ദാറുൽ വാസിഅ, വിശാലമായ വീട്. ഇവിടെയാണ് നമ്മളൊക്കെ പെടാറുള്ളത്. നമ്മുടെ മനസ്സിനാണ് വിശാലത. ഞാനൊരാളുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിലത് ചെറിയ ഒരു വീടാണ്, പക്ഷെ ആ മനുഷ്യന്റെ മനസ്സ് വളരെ വിശാലമാണ്. കാരണം അയാൾക്ക് ആ വീട് എല്ലാ സൗകര്യമുള്ള വീടായിട്ട് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ വീടുകളെ കുറിച്ച് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുക, എന്റെ ഈ വീട് അൽഹംദുലില്ലാഹ്, ഇതിലെനിക്ക് താമസിക്കാനുള്ള വിശാലതയുണ്ടല്ലോ, സൗകര്യങ്ങളുണ്ടല്ലോ, ഇതെനിക്ക് മതിയായതാണ്. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ വീട് വെക്കുന്നില്ല, ഇതിനെ ഞാൻ വിശാലമാക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഉള്ള വീട് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ റഹ്മാനായ റബ്ബ് അത് വിശാലമായ വീടാക്കുകയാണ്. എന്നാൽ വീടുണ്ടാക്കി 1 കൊല്ലം കഴിഞ്ഞപ്പോ റൂമിന്റെ വീതി പോരല്ലോ, സിറ്റ് ഔട്ടിന്റെ വീതി പോരല്ലോ, അതുപോലെ അതിഥികളെ സ്വീകരിക്കാനുള്ളതിന്റെ വിശാലത പോരല്ലോ എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയും ബുദ്ധിമുട്ടിയിട്ടും ഉള്ള വീട് പൊളിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ വീട് വിശാലമായ വീടല്ല. നിന്റെ വീട് നീ വിജയിച്ചതിന്റെ അടയാളം നിനക്ക് കിട്ടിയിട്ടില്ല. വിശാലമായ വീടെന്ന് പറയുന്നത് ഏതാ? ആ വീട്ടിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ പ്രിയപ്പെട്ട ഉപ്പ അവിടെ താമസിക്കുന്നുണ്ട്, നിന്റെ ഭാര്യ എവിടെയുണ്ട്, നിന്റെ മക്കൾ എവിടെയുണ്ട്, നിന്റെ ഉമ്മാക്കുള്ള സേവനം നീ ചെയ്യുന്നുണ്ട്, നിന്റെ വാപ്പാക്കുള്ള സന്തോഷം നീ ചെയ്യുന്നുണ്ട്. നിന്റെ ഉമ്മാക്ക് രാത്രി ചോറ് പറ്റില്ല, നിന്റെ ഉമ്മാക്ക് രാത്രി കഞ്ഞിയാണ് പറ്റുക. ആ കഞ്ഞിയാണ് നീ ഉമ്മാക്ക് കൊടുക്കുന്നത്. നിന്റെ ഉപ്പാക്ക് രാത്രി ചപ്പാത്തിയാണ് വേണ്ടത്, നീ ആ ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അവിടെ അസ്വാരസ്യമില്ല, അവിടെ സങ്കടമില്ല, അവിടെ സംഘട്ടനമില്ല, എല്ലാം അവിടെ സമാധാനമാണ്. എങ്കില് ആ വീടാണ് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച വീട്. എന്നാൽ ഇന്നത്തെ വിശാലത എവിടെയാണ്? ഇന്ന് എന്തിനാണ് ഗൾഫിൽ പോകുന്നത്? നമ്മുടെയൊക്കെ ലക്ഷ്യം ഒരു
വീടുണ്ടാക്കുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വീട് നമുക്ക് അനുയോജ്യമായ വീടാകണം. ഒരു വലിയ സമ്പന്നനാണെങ്കിൽ അവന് വരുമാനമുണ്ട് എങ്കിൽ അവൻ ഇഷ്ടമുള്ള എത്ര വലിപ്പമുള്ള അമിതമല്ലാത്തതായിരിക്കുന്ന വീടെടുക്കുന്നതിൽ അല്ലാഹുവിന്റെ ദീൻ ഒരിക്കലും അവനോട് വിലക്ക് പറയുന്നില്ല. എന്നാൽ ഇന്ന് വീടെടുക്കുന്നത് എങ്ങനെയാ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ ആ സഹോദരന്റെ വീട് യൂട്യൂബിലൊക്കെ ഉണ്ട്, അവന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഈ വീടെടുത്തതിന് ശേഷം ഇവിടെ സമാധാനമില്ല, മുഴുവൻ കടമാണ്. അവനാണെങ്കിലോ എല്ലാ സൗകര്യങ്ങളുമുള്ള ആളായിരുന്നു. പക്ഷെ ഈ വീടെടുത്തതോടുകൂടെ അവനാകെ പ്രശ്നത്തിലാണെന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നിയ ഒരു കാര്യം, വീടെടുക്കാൻ വേണ്ടി ഒരുങ്ങിയ ഒരാൾ അവന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത, അവന്റെ ഭാര്യയുടെ സമ്മർദ്ദപ്രകാരം, അവന്റെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്, അവന്റെ ആഡംബരത്തിന് വേണ്ടിയിട്ട് അവൻ വീടുണ്ടാകുമ്പോ അവന്റെ വരുമാനത്തിനപ്പുറത്തേക്ക് പോയിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്ത്, പലിശക്ക് പണമെടുത്ത്, ആളുകളിൽ നിന്ന് കടം വാങ്ങി, അങ്ങനെ അലങ്കാരവും സന്തോഷവും അലങ്കാരവും അതുപോലെ വലിയ വലിയ സംവിധാനവും ഒക്കെ ഒരുക്കിയാൽ ആ വീടൊരിക്കലും സമാധാനത്തിന്റെ വീടാവുകയില്ല. അവിടെയാണ് നമ്മൾ ആദ് സമുദായത്തെ കാണേണ്ടത്. അവിടെയാണ് നമ്മൾ സമൂദ് ഗോത്രത്തെ കാണേണ്ടത്. ഇതൊക്കെ എന്തിനാ ഖുർആൻ പറഞ്ഞതെന്നറിയോ? ഇവന്മാര് വലിയ വീടുണ്ടാക്കി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആദ് സമുദായം എന്താ പറഞ്ഞത്? പോലെ വീട് എങ്ങനത്തെ വീടെന്നറിയോ? നമ്മളുടെ ലോക്കൽ വീടല്ല. വസമൂദല്ലദീന ജാബുസ്സഖറ ബിൽവാദ്, മലഞ്ചെരിവുകളിൽ പാറകൾ തുരന്നുകൊണ്ടാണ് സമൂദ് ഗോത്രം വീടുകൾ ഉണ്ടാക്കിയത്. ആദ് സമുദായം ഇറമദാത്തിൽ ഇമാദ്, വലിയ വലിയ തൂണുകൾ ഉണ്ടായിരുന്നു അവരുടെ വീടുകൾക്ക്. മഹാനായ സയ്യിദുനാ ഹൂദ് നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ സമുദായമേ, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ വീടുകൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നവരോട് ചോദിച്ചപ്പോൾ ഹൂദ് നബി അലൈഹിസ്സലാമിനെ പരിഹസിച്ച് കളിയാക്കി വിട്ട അവരുടെ ഏറ്റവും വലിയ മാതൃകയാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമ്മൾ പിന്തുടരുന്നത്. ഞാൻ പറയണത്, ഒരു വീട്, നല്ലൊരു സൗകര്യമുള്ള വീട് ഉണ്ടാക്കുക എന്നുള്ളതിന് ഒരിക്കലും നമ്മൾ എതിർക്കല്ല. പക്ഷെ ആ വീട് പലിശയിൽ അധിഷ്ഠിതമാകരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആ വീട് പൊങ്ങച്ചത്തിന്റെ വീടാകരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് വലിയൊരു വീടുണ്ടാവണം, അതല്ല, എനിക്കൊരു വീടുണ്ടാവണം എന്റെ ബഡ്ജറ്റില്, എന്റെ സൗകര്യത്തില്, എന്റെ റാഹത്തിൽ ഒതുങ്ങിയ ഒരു വീട്. അതാ നിയ്യത്ത്. ഈ നാട്ടിൽ ഏറ്റവും വലിയ വീട്, ഈ ഏറ്റവും വലിയ സൗകര്യം, അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് അള്ളാഹു തആല പരീക്ഷിക്കുക. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹു തആല എന്താണ് സമൂദ് ഗോത്രത്തെ കാണിച്ചത്? എന്താണ് ആദ് സമുദായത്തെ കാണിച്ചത്? ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താണ്? ഖിയാമത്ത് നാളിന്റെ അടയാളം മനുഷ്യന്മാര് വലിയ വീടെടുക്കുന്നുള്ളതാണ്. ഞാൻ പറയുന്നത്, നമ്മൾ വലിയ വീട്, ചെറിയ വീട് ഉണ്ടാക്കിയോ വലിയ വീട് ഉണ്ടാക്കിയോ അവരല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് ഈ രണ്ട് സ്വഭാവം, ഒന്ന് പൊങ്ങച്ചത്തിനും രണ്ടാമത് എന്തിനും, രണ്ടാമത് പലിശയിൽ അധിഷ്ഠിതമായതും. ഒരു വീടുണ്ടാക്കുമ്പോ അത്യാവശ്യം ചില്ലറെ കടം വാങ്ങുക എന്നുള്ളതൊന്നും ഒരു പ്രശ്നമുള്ള കേസായിട്ടല്ല ഞാൻ പറയണത്. കടം വാങ്ങാതെ ഒരു വീടുണ്ടാക്കാൻ കഴിയാന്നുള്ളത് അപൂർവമായ ഒരു സംഗതിയാണ്. നമ്മളൊക്കെ ചെറിയ ചെറിയ വീടുണ്ടാക്കേണ്ടി വരും, എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നല്ലേ. പക്ഷെ അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയും അതുപോലെ പൊങ്ങച്ചവും, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവന്റെ കാര്യം പോയി. നമ്മളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മളങ്ങ് ഒഴിച്ചു വിട്ടോ. കാരണം എന്താണെന്നറിയോ? നമുക്കൊക്കെ ഉള്ള ഒരു വീട് അറിയാലോ. എത്ര വലിയ വീട്ടുകാരനാണെങ്കിൽ ഉള്ളൊരു വീട് അറിയാലോ. നാളെ കിടക്കുന്ന വീട്, ഖബറെന്ന മണ്ണാറക്കൂട്, അവിടേക്ക് പോകാനുള്ളതാണ്. 6 കാലുള്ളൊരു കട്ടിലേറ്റി ആളുകൾ മെല്ലെ നടന്നിടുന്നു. ഇരുളാൽ പെയിന്റിട്ട വീട്, ഖബറെന്ന മണ്ണാറക്കൂട്. വലിയ വീടുണ്ടാക്കിയിട്ട്
ആ വീടുകൾ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്ത് ആ വീട്ടിലേക്ക് കടന്നു വരുന്നവർക്കൊക്കെ വലിയ അത്ഭുതം തോന്നി. പണക്കാരല്ലാത്ത ആളുകൾ ആ വീട്ടിലേക്ക് വരുമ്പോ അവരെ പുച്ഛത്തോടുകൂടെ സമീപിച്ച് സമ്പന്നരായ സമ്പന്നരല്ലാത്ത അനുജനെയും ജ്യേഷ്ഠനെയും ഒക്കെ അകറ്റി നിർത്തിയിട്ട് അങ്ങനെയുള്ള ഒരു പൊങ്ങച്ചമുണ്ടല്ലോ. മുഅ്മിനേ, പള്ളിപ്പുഴയിലെ മുഅ്മിനീങ്ങളെ, പള്ളിപ്പുഴയിലെ ഉമ്മമാരെ, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് എങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാഹ്, എന്റെ ഈ സുന്ദരമായ വീട്ടിൽ വെച്ച് ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എന്നോടൊരു സഹോദരൻ പറയുകയാണ്, ഉസ്താദേ, ഞങ്ങളുടെ നാട്ടിൽ വലിയ ഒരു വീടിന്റെ ഉടമയുണ്ടായിരുന്നു. നാട്ടുകാർക്കൊക്കെ ആ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ വല്ല കാര്യത്തിനും വേണ്ടി ചെന്നാൽ, വല്ല സഹായത്തിനും വേണ്ടി ചെന്നാൽ പുച്ഛിച്ച് പറഞ്ഞേക്കുമായിരുന്നു അയാൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരിൽ നിന്നും അയാൾ അകന്നു കഴിഞ്ഞു. അയാൾ ഇങ്ങനെ വലിയ കാറിൽ യാത്ര ചെയ്യും. ഞങ്ങളുമായിട്ടൊന്നും അയാൾ യാതൊന്നും മിണ്ടുകയില്ല. എന്നിട്ട് അവസാനം അയാൾ പറയാണ്, ഈ മനുഷ്യനും മക്കളും ഒക്കെ വലിയ രാജാക്കന്മാരെ പോലെ കഴിഞ്ഞു. എല്ലാവർക്കും അവരെ പുച്ഛമാണ്, എല്ലാവരെയും അവർക്ക് പുച്ഛമാണ്. അയൽവാസികളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ആര് കല്യാണത്തിന് വിളിച്ചാലും കത്തവിടെ വെച്ച് പൊക്കോ എന്നാ പറയുക. അവര് ചെല്ലുകയില്ല. ഇനി ചെന്നാൽ തന്നെ അവരൊന്നും കാര്യമായിട്ട് ചെയ്യൂല. അങ്ങനെ ഞങ്ങളിതിങ്ങനെ കണ്ട് അവസാനം പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യൻ മരിച്ചുപോയി. അല്ലാഹുവേ, മയ്യിത്ത് ആ വീട്ടിൽ ഇങ്ങനെ വെക്കുമ്പോ ഞങ്ങൾ നാട്ടുകാർക്കും പോകാനൊരു താല്പര്യവുമില്ല. അത് അയാളോട് വിരോധമുണ്ടായിട്ടല്ല, നമ്മളുമായിട്ട് ബന്ധമില്ലല്ലോ. അങ്ങനെ അവസാനം പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചു. പള്ളിയിലെ ഉസ്താദിനെ ഇയാൾ ഒരു ദിവസം എന്തോ പറഞ്ഞ് പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഉസ്താദ് ക്ഷമിച്ചു, കൂട്ടുകുടുംബങ്ങൾ ക്ഷമിച്ചു. ഉസ്താദ് തന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ഫോൺ ചെയ്തിട്ട് ഈ മനുഷ്യന്റെ മയ്യിത്ത് കാണാൻ വരാൻ പറഞ്ഞു. നമ്മളുടെ ഒരു ബാധ്യതയാണല്ലോ. അങ്ങനെ ഇയാള് മരിച്ചു കഴിഞ്ഞിട്ട് ഇയാളുടെ മകൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. അൽഹംദുലില്ലാഹ്, മകൻ പൊതുവായ കാര്യങ്ങൾക്ക് സഹായിക്കാൻ തുടങ്ങി. നാട്ടുകാരോട് ചിരിക്കാൻ തുടങ്ങി. നാട്ടുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ഇന്ന് ആ വീട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാവരുടെയും മത്താണിയായ ഒരു വീടാണ്. എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വീടാണ്. ആ മനുഷ്യന്റെ മകൻ ഇന്ന് ഒരുപാട് ഖൈറുകൾ ചെയ്യുന്നുണ്ടെന്ന് എന്നോടൊരു സഹോദരൻ അനുഭവം പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. വിശാലമായ വീട് എന്ന് പറയുമ്പോ നമ്മളുടെ വീടുകളൊന്നും നമ്മൾ അഹങ്കാരത്തിന്റെ ലക്ഷണാക്കരുത്. അല്ലാഹു തആല ആദി സമുദായത്തെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. കാരണം എന്താ? ഒരു വലിയ ഇമാദ്, വലിയ തൂണുകൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ എത്ര സ്തുതിക്കണം അല്ലാഹനെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആദരവായ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടുകളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അൽ ഹുജറാത്ത് എന്ന അധ്യായം നിങ്ങൾ ഖുർആനിൽ കണ്ടിട്ടില്ലേ? അൽ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂമുകൾ, മുറികൾ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് റസൂലുള്ളാഹി തങ്ങളുടെ വീടുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന ആയിഷ ബീവിയുടെ വീട്, മൈമൂന ബീവിയുടെ വീട്, ഹഫ്സ ബീവിയുടെ വീട്, സഫിയ ബീവിയുടെ വീട്, അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ഇണകളുടെ വീട്. ആ വീടുകളിൽ ഓരോന്നിലായിരുന്നു ആദരവായ റസൂലുള്ളാഹി തങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത്. ആ വീടുകളെ കുറിച്ച് മഹാന്മാര് പറയുന്നത് ഇങ്ങനെയാണ്. ആ വീടുകൾ ചെറിയ റൂമുകളായിരുന്നു. റസൂലുള്ളാഹിന്റെ വീടുകളിൽ ഒന്ന് കൈ നന്നായിട്ട് നിവർത്തിയാൽ ചുവരുകളിൽ തട്ടുമായിരുന്നു. ഏതാനും 3-4 മുഴം വീതിയും നീളവുമേ ഉണ്ടായിരുന്നുള്ളൂ. കൈ നന്നായിട്ട് ഉയർത്തിയാൽ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. റസൂലുള്ളാഹിന്റെ വീടുകൾ ചെറിയ വീടുകൾ, ഈന്തപ്പന ഓലകൾ മോഞ്ഞ വീടുകൾ. ആ വീടുകളിൽ ആയിഷ ബീവിയുടെ വീട്ടിൽ ചെറിയ ഒരു കട്ടിലുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് കിടക്കാൻ ചെറിയ ഒരു പായയുണ്ട്. റസൂലുള്ളാഹിക്ക് ഇരിക്കാൻ ചെറിയ ഒരു തലയിണയുണ്ട്. കൂടുതൽ ഫർണിച്ചറുകളില്ല, കൂടുതൽ സൗകര്യങ്ങളില്ല. സഹാബ റസൂലിനോട്, റസൂലുള്ളാഹിന്റെ അനുയായികളോട്, അല്ലാഹുവിന്റെ റസൂൽ എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങൾ ഇന്നത് കൊണ്ടുതരണമെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ, ഇനി വേണ്ട
സഹാബികളോട് വേണ്ട, അള്ളാഹുവിനോടൊന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹിക്ക് അല്ലാഹു അത് നൽകുമല്ലോ. പക്ഷേ റസൂലുള്ളാഹി അത് ആഗ്രഹിച്ചില്ല. ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെയുള്ള വലിയ വീടുകളെ കൊതിച്ചില്ല. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് മദീന പള്ളി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ താമസിച്ചിരുന്ന ഈ മുറികളെല്ലാം പൊളിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി, നബിയുടെ അനുയായികളും മദീന നിവാസികളും ഇവിടെ ഒരുമിച്ച് കൂടി ഈ വീടുകൾ പൊളിക്കുന്നത് കണ്ടപ്പോ ഹബീബായ പ്രവാചകന്റെ ആ സുഗന്ധമേറ്റുവാങ്ങിയ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ ആ മുറികൾ പൊളിക്കുന്നത് കണ്ടപ്പോ മദീന നിവാസികൾ മുഴുവൻ പൊട്ടിക്കരഞ്ഞു പോയി. അവര് വിളിച്ചു പറയുകയാണ്, അല്ലാഹ്, ഈ റൂമുകൾ ഇവിടെ നിലനിന്നിരുന്നുവെങ്കിൽ, ഖുർആൻ പരാമർശിച്ച ഈ മുറികൾ ഇവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പിറകെ വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാമായിരുന്നല്ലോ, അവർക്ക് തിരിച്ചറിയാമായിരുന്നല്ലോ എങ്ങനെയാണ് ഹബീബായ നബിയുടെയും അവിടുത്തെ അനുചരൻ അവിടുത്തെ വീടിന്റെയും അവസ്ഥ എന്ന്, അവിടുത്തെ ലാളിത്യം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വീടുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു വിഭാഗമാണ്. വാസ്തു എന്ന് കേട്ടിട്ടുണ്ടോ? വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിക്കുന്ന ശാസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം, വാസ്തുശാസ്ത്രം. പക്ഷെ ആ ശാസ്ത്രം ഭവനം ഉണ്ടാക്കുന്ന ശാസ്ത്രമാണെങ്കിൽ, ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് അല്ലെങ്കിൽ വീടിന്റെ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കലെന്ന് പഠിക്കുകയാണ്, അത് തെറ്റായ സംഗതിയല്ല, അത് ശരിയാണ്. ഇന്ന് ഈ ശാസ്ത്രത്തിൽ ഒരുപാട് ഇസ്ലാമിൻ്റെതല്ലാത്ത ആശയങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അത് വളരെ വിശദമായ ഒരു വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനേകം കാര്യങ്ങൾ, ഈ വാസ്തു എന്നത് തന്നെ ഹിന്ദു മിത്തോളജിയിലുള്ള ഒരു പിശാചിന്റെ നാമമാണ്. അങ്ങനെയാണ്. അതിവിടെ വെച്ച് പറയേണ്ടതില്ല, എന്നാലും സൂചിപ്പിക്കാമല്ലോ. അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായി എന്നാണ് കുട്ടികളൊക്കെ വായിച്ചിട്ടുണ്ടാകും. അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം. ഇതിൽ ആരും ജയിക്കൂല, ആരും തോൽക്കൂല. ഒടുവില് ഈ അസുരന്മാർ ദേവന്മാരെ ചില രീതിയിൽ പരാജയപ്പെടുത്തി അവസാനം ഒരു വാസ്തു എന്ന് പറഞ്ഞൊരു പിശാച് ഉണ്ടാവുകയും ആ പിശാചിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ദേവന്മാർ ശിവനെ സമീപിച്ചപ്പോ ശിവൻ വാസ്തുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തെന്നൊക്കെയാണ് അതിന്റെ ഐതിഹ്യം. വളരെ വിശദമായ കഥകളാണ്, അവരുടെ ഇടയിലുള്ള കഥകളാണ്. എന്നിട്ട് പറഞ്ഞു, ആരാണോ ഭൂമിയിൽ ഈ വാസ്തുവിനെ പ്രീതിപ്പെടുത്തുന്നത്, പൂജ ചെയ്യുന്നത്, അവര് താമസിക്കുന്ന ഇടമൊക്കെ സന്തോഷത്തിന്റെ ഇടമായി മാറും. അതുകൊണ്ടാണ് വീടുണ്ടാക്കുമ്പോ ചില ആൾക്കാർ വാസ്തുപൂജ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പൂജ ചെയ്യുകയാണെങ്കിലും അശ്ശിർക്കു ബില്ലാഹ്. ശ്രദ്ധിച്ചോളൂ. 1, 2, വീടുമായി ബന്ധപ്പെട്ടിട്ട് നോട്ടവും അതിന്റെ ലക്ഷണം നോക്കലും ഒക്കെ ഇസ്ലാമികമായിട്ട് മഹാന്മാരുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഉണ്ടല്ലോ, വീട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് കേൾക്കുന്ന പലതും പല മൂലകളുണ്ട്. തെക്ക് പടിഞ്ഞാറ് മൂല, കിഴക്ക് പടിഞ്ഞാറ് മൂല, മറ്റേ മൂല, ആ മൂല, കന്നിമൂല, എന്ത് മൂലയാണെങ്കിലും അതൊക്കെ ഈ മിത്തോളജിയുമായി, ഹിന്ദു മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ പുരാണങ്ങളുടെ കഥകളുടെ അടിസ്ഥാനമാണ്. അവരുടെ വിശ്വാസപ്രകാരം ഈ വാസ്തുവിന്റെ പാദം പതിക്കുന്ന ഭാഗമാണ് കന്നിമൂല എന്നാണ്. കന്നിമൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂല. ആ മൂലയില് അവിടെ ആ കാല് പതിക്കുന്ന ഭാഗമായത് കൊണ്ട് അവിടെ ബാത്റൂം പാടില്ല, അവിടെ അത് പാടില്ല, ഇത് പാടില്ല. ഇനി വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലുണ്ടാകുന്ന എല്ലാ അവലക്ഷണങ്ങളും തുടങ്ങിയ വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ മുഴുവൻ അനിസ്ലാമികമാണ്. അതൊക്കെ ശിർക്കുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ തന്നെ എന്താണ്, കുറെ കാലം എല്ലാരും ഇങ്ങനെ കേട്ടു, നമുക്കും തന്നെ ഒരു വീടുണ്ടാക്കുമ്പോ ഇനിയിപ്പോ ഒറ്റ വീടാണല്ലോ ഒരിക്കൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നു, ഇയാൾ പറയുന്നു. ചില മുസ്ലിങ്ങളായ ആളുകൾ പോലും, ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ഇതിനെയൊക്കെ കൂട്ടുപിടിക്കുന്നതായിട്ട് കാണാൻ കഴിയും.
നമ്മൾ അതിലേക്കൊന്നും പോകരുത്. മഹാന്മാരായ ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നൈപുണ്യം നേടിയ ആളുകൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഹദീസുകളുമായി ബന്ധപ്പെട്ടിട്ട് വല്ലതും പറയുകയാണെങ്കിൽ അത് സ്വീകരിക്കുക. മറ്റൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ശിർക്കാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും, ഞാനൊക്കെ ഇപ്പൊ എവിടെയാ ശിർക്ക് ചെയ്യുന്നത്? ഇവന്റെ വീടുണ്ടാക്കുമ്പോ അതിന് തറക്കല്ലിടുമ്പോ ആ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോ 1-ാം നമ്പർ ശിർക്ക് ചെയ്തിട്ട് അവൻ നടക്കുന്നത്. ഗൗരവല്ലേത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കണം. നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിലൊന്ന് ആ വീട്ടിൽ നിസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ്. ഉമ്മ നിസ്കരിക്കണം, വാപ്പ നിസ്കരിക്കണം, മക്കൾ നിസ്കരിക്കണം. ആ വീട് നിസ്കാരത്തിന്റെ ഇടമായി മാറണം, നിസ്കരിക്കുന്ന ഗേഹമായി മാറണം. മഹാനായ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ എന്റെ വീട്ടിലേക്ക് വന്നു. ഞാനൊരു പുതിയ വീടെടുത്തപ്പോ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, ഇത്ബാനേ, എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത്? ഇത്ബാൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്ബാൻ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോ മഹാനായ ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി ഒരു സ്ഥലത്ത് നിസ്കരിച്ചു. പിന്നെ ആ സ്ഥലം ഞങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. ആലോചിക്കേണ്ട സംഗതിയാണ്. വീട്ടിൽ കയറിക്കൂടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ളുഹായുടെ സമയമാണ്, ഉച്ചയുടെ മുമ്പുള്ള സമയം. പ്രഭാതം ഏറ്റവും ഉത്തമമായതാണ്. അതാ സുബ്ഹയുടെ സമയം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളത് ആ പ്രഭാത സമയത്ത് ഒരു ളുഹാ നിസ്കരിച്ച് കയറുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായ ഒരു അവസ്ഥയായിരിക്കും. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാണ്, വീട്ടിൽ നിസ്കരിക്കാൻ ഒരിടം നൽകൽ വളരെ നല്ലതാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. വഔഹൈനാ ഇലാ മൂസാ വഅഖീഹി ഹാറൂൻ, മൂസ അലൈഹിസ്സലാമിലേക്കും ഹാറൂൻ അലൈഹിസ്സലാമിലേക്കും നാം ദിവ്യബോധനം നൽകി. മൂസാ നബിയും ഹാറൂൻ നബിയും നിങ്ങളുടെ ഈ മിസ്റിൽ നിങ്ങൾ വീടുകൾ ഉണ്ടാക്കണം. അവരോട് പറയാണ്, നിങ്ങൾ ഈജിപ്തിൽ വീടുകൾ ഉണ്ടാക്കണം. വജ്അലൂ ബുയൂതകും ഖിബ്ല, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ അല്ലാഹുവിലേക്ക് മുന്നിടാനുള്ള മാർഗമായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയും വേണം. നിസ്കരിക്കാത്ത വീടുകൾ ശപിക്കപ്പെട്ട വീടുകളാണ്. സുബഹിക്ക് എഴുന്നേൽക്കാത്ത വീടുകൾ അഭിശപ്തമായ വീടുകളാണ്. എന്റെ ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ എഴുന്നേറ്റാലും നിങ്ങൾ മറക്കരുതേ, 7 വയസ്സിന് മുകളിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി രാവിലെ എഴുന്നേൽപ്പിക്കണം. ആ വീടുകളിൽ നിസ്കാരങ്ങളുടെ, ആ വീടുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ പ്രഭ ഉണ്ടാകണം. അങ്ങനെയുള്ള വീടുകളിൽ മാത്രമാണ് അല്ലാഹു തമ്പുരാൻ സന്തോഷവും സമാധാനവും നൽകുന്നത്. നമ്മൾ ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ബിസ്മി ചൊല്ലി കടന്നാൽ, ആ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് പ്രവേശിച്ചാൽ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ വീടുകളിൽ അനുഗ്രഹം ചൊരിയുന്നതാണ്. നമ്മൾ ആരാ ശ്രദ്ധിക്കാറുള്ളത്? ഇന്നിപ്പോ വീട്ടിൽ നിന്നിറങ്ങിയപ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലി എത്ര ആളുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങേണ്ടത്. അങ്ങനെ ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ അല്ലാഹുവിന്റെ ഹിഫ്ള് അവനുണ്ടാകുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല, അല്ലാഹുവേ വഴിതെറ്റുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അല്ലാഹുവേ മറ്റുള്ളവർ എന്നെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അങ്ങനെയൊക്കെയുള്ള ദിക്റുകൾ ചൊല്ലണം. വീട്ടിലേക്ക് കയറി പോകുമ്പോൾ സലാം പറയണം. വീട്ടിലുള്ളവരോടൊക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ ഇടപെടണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെയുള്ള ആ വീട്ടിൽ
അല്ലാഹു തമ്പുരാൻ നൽകിയ എത്ര കാലത്തെ ആയുസ്സാണോ നമുക്കുള്ളത്, ആ ആയുഷ്കാലം മുഴുവൻ നമ്മൾ ജീവിച്ചു തീർന്നാൽ നമുക്കൊരു വീട്ടിലേക്ക് മടങ്ങാനുണ്ടല്ലോ, കട്ടിലിൽ കയറി പോകാനുണ്ടല്ലോ. മഹാനായ മലക്കുൽ മൗത്ത് അസ്രായീൽ വരുമല്ലോ. ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ഓരോരുത്തരുടെ അടുക്കലേക്കും വന്നതുപോലെ നമ്മുടെ അടുക്കലേക്കും വരുമല്ലോ. ആ സമയത്ത് സന്തോഷത്തിന്റെ ഇടമായി മാറണമെങ്കിൽ, റഹ്മത്തിന്റെ മലക്കുകൾ വരണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് എല്ലാ അരുതായ്മകളെയും നമ്മൾ അകറ്റണം. നമ്മളുടെ വീട് സംഗീത സാന്ദ്രമാവല്ലേ, നമ്മളുടെ വീട് സിനിമ കാണപ്പെടുന്ന വീടാവല്ലേ, നമ്മളുടെ വീട് ഹറാമ് പറയപ്പെടുന്ന വീടാകല്ലേ. അങ്ങനെയുള്ള വീടായാൽ റഹ്മത്തിന്റെ മലക്കുകൾ വരികയില്ല. നമുക്ക് ഖബറിലേക്ക് പോകുമ്പോ നമ്മുടെ മുമ്പിലും നമ്മുടെ പിന്നിലും അല്ലാഹുവിന്റെ മലക്കുകൾ വേണം. അല്ലാഹു നമ്മെ ഖബറിൽ കൊണ്ടുപോയാൽ ആ ഖബർ സന്തോഷത്തിന്റെ സ്വർഗത്തിന്റെ ഇടമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമ്മൾ എന്ത് വേണം? നമ്മുടെ വീടുകളിൽ ഖുർആൻ പാരായണം, നമ്മുടെ വീടുകളിൽ ദിക്റിന്റെ ശബ്ദം, നമ്മുടെ വീടുകളിൽ സ്നേഹത്തിന്റെ ശബ്ദം, നമ്മുടെ വീടുകളിൽ സമാധാനത്തിന്റെ ശബ്ദം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാനും ഇതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും അവസരം തരട്ടെ. എല്ലാവരും ആമീൻ പറയൂ. അല്ലാഹു അവസരം തരട്ടെ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് ദുആയുടെ സദസ്സാണ്. നമ്മളിവിടെ എത്രയോ ആളുകളുണ്ട്, ഒരു വീടില്ലാത്ത ആള്, വാടക വീടുകളിൽ താമസിക്കുന്ന ആള്, സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി കാലങ്ങളായി ആഗ്രഹിച്ചിട്ട് ഇതുവരെ അത് നടക്കാത്ത ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് വീടിനെ കുറിച്ച് പറഞ്ഞ ഈ മജ്ലിസിൽ പ്രത്യേകമായി ഞാൻ അവർക്ക് വേണ്ടി പറയാം. ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ദുആ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ട് ദുആ ചെയ്യാൻ, ലേലം ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് നല്ല സ്വതക്കകൾ വാഗ്ദാനം ചെയ്താൽ, ഏറ്റവും നല്ല സ്വതക്കകൾ നിങ്ങൾ തന്നാൽ ഇൻഷാ അല്ലാഹ്